ഹലോ, ക്രിസ്മസ് ഡിഷായിട്ട് ഞാൻ റോസ്റ്റ് ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല കറുത്ത കളറിൽ റോസ്റ്റ് ബീഫ്, നല്ല റോസ്റ്റ് പൊട്ടേറ്റോസ്, ക്യാപ്സിക്കം ഗ്രില്ല് ചെയ്തത്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. അതിൻ്റെ കൂടെ ഞാൻ ആ മഷ്റൂം സോസ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സോസും കൂടെ ചേർത്തിട്ട് വേണം ഈ റോസ്റ്റ് ബീഫ് കഴിക്കാനായിട്ട്. വെജിറ്റബിൾസും സോസും ഇതെല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ ബീഫിൻ്റെ ഒരു 3/4 കിലോയുടെ ഒരൊറ്റ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഉപ്പ് മാത്രം ഇട്ട് പ്രഷർ കുക്കറിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അതാണ് ഈ ബീഫ് റോസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ബീഫ് ഞാൻ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചു. ഇനി നമുക്കതിനൊരു ഒരു സോസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടൊരു സോസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാൻ നല്ല കുറച്ച് അധികം പഴകിയ പാനാണ് നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇറച്ചിയുടെ എല്ലിട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് കറുപ്പിക്കും, അതായത് ഒന്ന് കാരമലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ എല്ല് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് ഇതൊന്ന് കുറച്ച് വിസ്തരിച്ചുള്ളൊരു പാൻ വേണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നല്ല ഹൈ ഹീറ്റിൽ നമുക്ക് ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ബീഫ് കാരമലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബീഫ് ബോൺസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 2 ക്യാരറ്റ്, ഒരു കുറച്ച് സെലറി, അതങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, എല്ലാം ഒരു ബാലൻസ് ചെയ്യുന്ന ടേസ്റ്റിലിട്ടാൽ മതി. പിന്നെ 2 സവാള കണ്ടോ, തൊണ്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്, 4ആയിട്ട് മുറിച്ചത്. ഗാർലിക് ആണെങ്കിലും ഇങ്ങനെ 2ആയിട്ട് മുറിച്ച്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ വേണം നമുക്ക് ഇതിനകത്ത് കാരമലൈസ് ചെയ്യാനായിട്ട്. ആദ്യം ഈ ബീഫിൻ്റെ ബോൺസ് ഒന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ, എന്നിട്ട് ഇതും കൂടെ ഇട്ട് കാരമലൈസ് ചെയ്തിട്ട് വേണം നമുക്കിതിനെ കുക്ക് ചെയ്ത് സ്റ്റോക്ക് എടുക്കാനായിട്ട്. ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബേബി പൊട്ടറ്റോ ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാനിൽ വെള്ളം ഒഴിച്ച് നമുക്കതിനെ പുഴുങ്ങാനായിട്ട് വെക്കണം. ഇത് നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇതിനെ നമുക്കൊന്ന് പുഴുങ്ങി കഴിഞ്ഞിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ബീഫ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അതൊന്ന് കാരമലൈസ് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് ആ ബീഫിൻ്റെ ബോൺസൊക്കെ. അപ്പം ഇതൊന്ന് ഹാഫ് ഇതേപോലെ കാരമലൈസ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ബാക്കി വെജിറ്റബിൾസൊക്കെ ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സെലറിയുടെ ഇല, ക്യാരറ്റ്, ഇപ്പോൾ ഹോൾ ക്യാരറ്റ് തന്നെ യൂസ് ചെയ്യുന്നില്ല, നമുക്ക് ക്യാരറ്റിൻ്റെ തൊണ്ടോ, പിന്നെ സവോള, വെളുത്തുള്ളി, ഇനി അതും ഇതിനകത്ത് കിടന്നിട്ട് അതും ഇതേപോലെ ഒരു ബ്രൗൺ ആയിട്ട് വരണം. എന്നിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഒരുമാതിരി ബ്രൗൺ ആയി വരുന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സോസിന് കുറച്ച് എരിവും ഉണ്ടാവും. എന്നിട്ട് അതും ഇതിനകത്ത് നന്നായിട്ട് മൂത്ത് വരട്ടെ. കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബോൺസിനെ ഇങ്ങനെ തന്നെ പ്രഷർ കുക്കറിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴുണ്ട് അതിൻ്റെ കളർ തന്നെ കണ്ടോ, ആ സോസിൻ്റെ കളർ എങ്ങനെയാണ് ബ്രൗൺ ആവുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ. ഈ ചട്ടിയിൽ ഇങ്ങനെ വടിച്ച് ആ അടി പിടിച്ചേക്കുന്നതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഈ അടി പിടിച്ചേക്കുന്നതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിക്കുമ്പം ആ സോസിന് ആ ഒരു ബ്രൗൺ കളർ വരും. ഈ വെള്ളവും കൂടെ നമ്മൾ പ്രഷർ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ആ ബീഫിനെ ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് തീ കുറച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് അതിനെ പ്രഷർ കുക്കർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതും കൂടെ ഞാൻ ആ പ്രഷർ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനിയും കുറച്ചും കൂടെ ഈ പാനിൽ വല്ലതും പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഇതിൽ അടിയിലിങ്ങനെ പിടിച്ചിരിക്കുന്നത് വേണം ചിരണ്ടി എടുക്കണം. അതാണ് ആ സോസിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതും കളറ് കിട്ടുന്നതും. എന്നിട്ട് ആ പ്രഷർ കുക്കറിൽ നികക്ക വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കതിനെ വേവിക്കാനായിട്ട്. ഇതാ ഇപ്പോൾ സോസിൻ്റെ കളറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം ഇതിനകത്തോട്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. കണ്ടോ, അതിങ്ങനെ നികന്ന് കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കർ തുറന്ന് നോക്കി, കണ്ടോ നമ്മുടെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ പോവാം.
ഇപ്പോൾ ഈ സ്ട്രെയിനറിലോട്ട് നമുക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റേ ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇപ്പോൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, സോസിൻ്റെ കളറ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ബ്രൗൺ ആയിരുന്നു. ഫുൾ അത് മാറട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ഒന്ന് സ്ട്രെയിൻ ചെയ്ത സോസ് നമുക്കത് ഒന്നും കൂടെ സ്ട്രെയിൻ ചെയ്യണം. അതിൽ കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. ഇപ്പോൾ ഇത് നോക്ക്, ഇത്രയും നല്ല കളറിലാണ് നമുക്ക് സോസ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇതിനെ ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആക്കണം. ഈ വേസ്റ്റ് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് തിളപ്പിച്ച് കുറച്ചും കൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കിയ സോസ് കണ്ടോ, റെഡ്യൂസ് ചെയ്തൊരു ഹാഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ഉപ്പ് ഇതിനകത്ത് ഒട്ടും ആഡ് ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഉപ്പ് ആഡ് ചെയ്യാതിരുന്നത്. ലാസ്റ്റ് നമുക്കിനി ബാക്കി പ്രോസസ്സ് കഴിഞ്ഞിട്ട് സീസണിങ്സ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ ആ ബീഫ് പ്രഷർ കുക്കറിൽ നിന്ന് എടുത്ത്, അതായത് നമ്മൾ ആ സോസിൽ നിന്ന് മാറ്റി എടുത്തിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു തണുത്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് വേണം നമുക്കത് സ്ലൈസ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് സ്ലൈസ് ചെയ്യാൻ പോവുകയാണേ. ഇതുപോലെ ഉണ്ടോ, നല്ല കുക്കായിട്ടുണ്ട് ബീഫ്. ഇങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്തത് ഇതിന് അതിൻ്റെ സോസും വെജിറ്റബിൾസും ഒക്കെ കൂട്ടി ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലാണിത്. ഇങ്ങനത്തെ റോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ പറ്റുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ക്രിസ്മസ് ലഞ്ചോ ഡിന്നറോ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്ലൈസ് ചെയ്ത് വെച്ച ബീഫ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് രണ്ട് സൈഡും നല്ല മൊരിയിച്ച് എടുക്കണം. ഒരു കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം. അധിക സമയം എടുക്കത്തില്ല. കണ്ടോ, ബീഫ് നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ട്. ഒരു ഡാർക്ക് കളർ വരും അതിന്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കളറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഒരു ലൈറ്റ് പിങ്കിഷ് മാറി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി മറ്റേ സൈഡ് ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഈ ബീഫിനെ വറുത്ത് എടുക്കാം. നമ്മൾ ബീഫൊക്കെ വറുത്ത് മാറ്റി ആ എണ്ണയിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട്, ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള, ഞാനിപ്പോൾ ഇതിനകത്ത് ബേബി പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. ആ ബേബി പൊട്ടറ്റോ ഒന്ന് നല്ലതായിട്ട് ബ്രൗൺ ആവുന്ന വരെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അത് ബോയിൽ ചെയ്തിട്ട്, ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട് നമുക്കിതിനെ നല്ല ബ്രൗൺ കളറിൽ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് എടുത്ത് കഴിയുമ്പോൾ ആ പരുവം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ആ ബേബി പൊട്ടറ്റോ ഒക്കെ കണ്ടോ, നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. എനിക്ക് 3 കളർ ബേബി ക്യാപ്സിക്കം കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ആ ബട്ടറും ഓയിലും ഒക്കെ കൂടെ ഉണ്ട്. അത് അധിക സമയം എടുക്കത്തില്ല. ജസ്റ്റ് ഒന്ന് അതിനെ നമുക്ക് ഇങ്ങനെ സോട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. വെജിറ്റബിൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബ്ലാൻഡ് ചെയ്ത ബ്രൊക്കോളിയാണ്. ആ ബ്രൊക്കോളി അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ക്യാരറ്റും കൂടെ ഇതുപോലെ നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. അതായത് ആ വെജിറ്റബിൾസൊക്കെ കുറച്ച് ബട്ടർ ഫ്ലേവർ വരണം, അത്രയേ ഉള്ളൂ. ബ്രൊക്കോളിയൊക്കെ നല്ല കോട്ടഡ് ആയിട്ടുണ്ട് ബട്ടറിലും ഓയിലും ഒക്കെ. ഇനി അതിനെ അടുപ്പത്തു നിന്ന് മാറ്റാൻ പോകും. വീണ്ടും ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. അതിനകത്തോട്ട് നമുക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് സോട്ട് ചെയ്ത് എടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഡാഷ് ഓഫ് പെപ്പർ അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. എരിവ് വേണമെങ്കിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പർ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പാനിൽ ഞാൻ ബട്ടർ ഇട്ട് നന്നായിട്ട് ചൂടാക്കണം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ. എന്നിട്ട് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, ചെറിയ ഉള്ളി ഒരു 5 കഷ്ണം, വെളുത്തുള്ളി ഒരു ഫൈൻ ചോപ്പായിരിക്കണം. അതിനെ നന്നായിട്ട് നമുക്കതിനെ ബ്രൗൺ ആവുന്നവരെ അതിനെ വെണ്ണയിൽ തന്നെ മൊരിയിച്ച് എടുക്കാം. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു 4 മഷ്റൂംസ്. ഇതിപ്പോൾ ഞാൻ മഷ്റൂം സോസാണ് സ്റ്റേക്കിൻ്റെ കൂടെ റോസ്റ്റിൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മഷ്റൂം യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ
നമ്മൾ സ്റ്റോക്കിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മഷ്റൂമിനെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് സോസ് ആഡ് ചെയ്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച സോസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ആകെ ആ ബട്ടറിൻ്റെ ഇതെല്ലാം സോട്ട് ചെയ്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. ഈ റോസ്റ്റിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഈ സോസാണ്. മറ്റേ നമ്മൾ മീറ്റ് വെറുതെ കുക്ക് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഇത് ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. മഷ്റൂമൊക്കെ ഇതായി വന്നിട്ടുണ്ട്. ഞാനതിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച ആ സ്റ്റോക്ക്, നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റോക്ക് കണ്ടോ, ആഡ് ചെയ്തു. ഇനിയും കിടന്ന് ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കനാവണം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും. നമ്മൾ ഫൈനലായിട്ട് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഒന്നും കൂടെ ഈ ചെറിയ ഉള്ളിയിലും ബട്ടറിലും വെളുത്തുള്ളിയിലും മഷ്റൂമിലും ഒക്കെ കിടന്ന് അതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇതേ നമ്മുടെ ആ സ്റ്റോക്കിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ, കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് പിന്നെ അധികം തിളയ്ക്കാൻ സമ്മതിക്കണ്ട, അത് ഇരുന്ന് തന്നെ ഒന്ന് ആയിക്കോളും. പിന്നെ ഇപ്പോൾ എല്ലാവരും എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പെപ്പറോ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. മീറ്റും പൊട്ടറ്റോസും വെജിറ്റബിൾസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ റോസ്റ്റ് ബീഫ്. ഇനി ആ റോസ്റ്റ് ബീഫിൻ്റെ മുകളിൽ വെജിറ്റബിൾസും പൊട്ടറ്റോയും ഇതെല്ലാം കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മഷ്റൂം സോസ് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് വേണം കൂട്ടിയിട്ട് വേണം, നല്ല തിക്കായിട്ട് നല്ല എല്ലാ ആ ബീഫിൻ്റെ സത്തൊക്കെ ഇറങ്ങിയ സ്റ്റോക്കാണ്. അത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം സെർവ് ചെയ്ത് കഴിക്കാനായിട്ട്. ഓക്കെ.